ഗൈസ്, ഇത് നമ്മൾ ആദൂട്ടൻ്റെ ബർത്ത്ഡേ ആട്ടോ. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഞാനും കിച്ചുമ്മനും കൂടെ ചെയ്യുന്നത്. അപ്പത്തേനും നമ്മളെ ബർത്ത്ഡേ ബോയ് എണീച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ഓരോരോ പണികളിലാട്ടോ. അപ്പത്തേനും നമ്മളെ തുമ്പിമോളൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷേയാണെങ്കിൽ രാവിലെ തന്നെ നല്ല മൂഡിലാണ്. ആ സമയമൊക്കെ ആയപ്പോഴും ഞാൻ ആദുമോനെയും കിച്ചുമോനെയും ഒക്കെ കുളിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴും കുട്ടനും വന്നു കേട്ടോ. പിന്നെ പിള്ളേരെയൊക്കെ അവരുടെ അടുത്താക്കിയിട്ട് അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. ചിക്കൻ പൊരിക്കാനുള്ള എണ്ണയിൽ ആദ്യം തന്നെ പപ്പടം വറുത്ത് വെക്കുക കേട്ടോ. ഞങ്ങൾ സ്വന്തമായിട്ട് ഇന്ന് കുറച്ചധികം പേർക്ക് ബിരിയാണി ഉണ്ടാക്കുകയാണ്. ആയിക്കോട്ടനും പിള്ളേരും ആണെങ്കിൽ ബലൂണുമായിട്ടുള്ളൊരു മൽപ്പിടുത്തത്തിലാട്ടോ. ഇത് ഈ കുഞ്ഞു മക്കളെയും കൊണ്ട് വേണ്ട എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് അങ്ങോട്ട് വിളിക്കുമ്പോൾ ഒന്നിങ്ങോട്ട് പോകും. അതൂട്ടനാണെങ്കിൽ നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളാണ്. ബലൂണൊക്കെ വീർപ്പിച്ച് വെച്ചതൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്ന റൂമിലോട്ടൊക്കെ കൊണ്ടുവെക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവൻ അങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവത്തിന് ആ ബലൂൺ പൊക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ സംശയം. മോളാണെങ്കിൽ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വിടുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ അവളെ എടുക്കുന്ന പോലെ ഇന്ന് എനിക്ക് എടുക്കാൻ അവളെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓരോ പണിയായതുകൊണ്ട് അവളെ എടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം അവൾ തീർക്കുന്നതാണ്. മക്കളെല്ലാവരും കൂടി വീർപ്പിച്ച് വെച്ച് ബലൂൺ തന്നെ ഓരോന്നോരോന്ന് കാണിക്കുക കേട്ടോ. ഞാൻ ഇപ്രാവശ്യം ഉദ്ദേശിക്കുന്ന ഒരു ആനിമൽ തീമാണ് സെറ്റാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ആനിമൽ തീമിലുള്ള ഡിസൈൻ ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, നല്ല ക്വാളിറ്റിയും ഉണ്ട്. ഇന്നത്തെ എൻ്റെ അടുക്കളയെത്തി എൻ്റെയും കോലം കണ്ടാൽ തന്നെ ശരി വരും കേട്ടോ. ഫുൾ പൊടിയും ഇതുമാണ്. ബിരിയാണിയൊക്കെ വെക്കാനുള്ള തന്ത്രപ്പാടിലാട്ടോ. അധികം പേർക്ക് ആദ്യമായിട്ട് വെക്കുന്നതാണെങ്കിലും അതിൻ്റെതായ ഒരു ടെൻഷനും എനിക്കില്ലേ. അപ്പത്തേനും നമ്മൾ ആദ്യമോനെ എണീച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ബിരിയാണിയൊക്കെ ആക്കിയിട്ടുണ്ട്. വീഡിയോ ഇതിൻ്റെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഈ മക്കളും കൊണ്ട് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ചില സമയത്ത് മറന്നു പോകുവേ. ബിരിയാണി ഒരു സൈഡിലാക്കി വന്നപ്പോൾ പിള്ളേരെല്ലാവരും കൂടെ ഒരേ സിനിമ കാണലാണ്. ഒന്നില്ലെങ്കിൽ ഈ പണ്ടത്തെ സിനിമയൊക്കെ കണ്ടാൽ നമ്മളും ഒന്ന് ഇരുന്ന് പോകുമല്ലോ. പാട്ടുപാടലും പാട്ട് ആസ്വദിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം അടുക്കളയിലോട്ട് വന്നു കേട്ടോ. പായസം കൂടെ വെക്കുന്നുണ്ട്. വേഗം അതൊക്കെ ആക്കിയപ്പോഴേന് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നേ. മേമിയും അമ്മയും പുൽപ്പള്ളിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ അപ്പനും അച്ഛയും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. മക്കളൊക്കെ കൂടി ഒരേ ഡാൻസ് ആട്ടോ. കളിക്ക് തുമ്പേ, ഏട്ടൻ്റെ കൂടെ കളിക്കേ. 8 മണി ആയിട്ടുണ്ടായിരുന്നേ. ഞാൻ കേക്കും നമ്മൾ ആനിമൽ തീം തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു തീം നമ്മളിവിടെ ആദ്യമായിട്ടാട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കിച്ചുമോനൊക്കെ ഏതൊക്കെ ആനിമൽസ് ഉണ്ട് എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടും കുറച്ച് നേരത്തേക്ക് ഒരു ടെറർ അവസ്ഥയായിരുന്നു. ഇപ്പം ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് കേക്ക് മുറിക്കാൻ പോവുകയാണ്. അതാട്ടോ അവൻ എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ആദൂട്ടൻ്റെ 2ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചു കേട്ടോ. എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല കേട്ടോ. കാരണം ഇത്രയും പെട്ടെന്ന് അവൻ വലുതായോ, അവൻ എനിക്കിപ്പോഴും കുഞ്ഞതായി ഉണ്ടായ ആ ഒരു ഫീൽ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ നിലത്തൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുക കേട്ടോ. അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കുറച്ച് ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായിരുന്നില്ലേ. കുറച്ച് പേര് പ്രവീണൊക്കെ നേരത്തെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഗിഫ്റ്റ് അൺബോക്സിങ് ഒരു ത്വരയുള്ള കാര്യമാണല്ലോ. അങ്ങനെ കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നേ. അതിൽ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ആഡ് ചെയ്യുക, എല്ലാവരും ഒന്ന് കാണണേ. അങ്ങനെ കിട്ടിയ ഡ്രസ്സുകളൊക്കെ എല്ലാവരും ഒരു ആകാംക്ഷപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഓപ്പൺ ചെയ്യുന്ന ഒരു രസം തന്നെയല്ലേ. കിച്ചുമോനും കിട്ടിയിട്ടുണ്ട് ഡ്രസ്സൊക്കെ. കിച്ചുമോന് മാത്രമല്ല നമ്മളെ തുമ്പിമോക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. തുമ്പിമോളെ അമ്മ കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതാണ്. ഈ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദൂട്ടിന് ഡ്രസ്സ് കിട്ടണമെങ്കിൽ കുറച്ച് പാടാട്ടോ. അവൻ്റെ സൈസിനുള്ളത് കിട്ടാറേ ഇല്ല കേട്ടോ. കുറച്ച് ട്രെൻഡിങ്ങിലൊക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ്. അവന് ഈ സെറ്റ് മോഡൽ അങ്ങനത്തെയൊക്കെയാണ് കിട്ടാറുള്ളൂ. പിന്നെ കുറേ അന്വേഷിച്ചാലേ കിട്ടാറുള്ളൂ കേട്ടോ. അപ്പം ഇപ്പം എല്ലാം കുറച്ച് ഓവർ സൈസ് ആയിട്ടൊക്കെ ഉള്ള മോഡലുകളല്ലേ. അപ്പം പിന്നെ അങ്ങനത്തെയാണ് വാങ്ങാറ്. ഏകദേശം എല്ലാം അങ്ങനത്തെ തന്നെ കേട്ടോ വാങ്ങാറുള്ളത്. പക്ഷെ എല്ലാ ഡ്രസ്സുകളും എനിക്ക് ഇഷ്ടമായി കേട്ടോ. കുറച്ച് ചിലതൊക്കെ കുറച്ച് വലുതുണ്ട്. പക്ഷെ എന്നാലും ഇപ്പം ആവശ്യത്തിനുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ബർത്ത്ഡേകൾക്കൊക്കെ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ കിട്ടാറുള്ളതും. വിവിധം ബർത്ത്ഡേകളൊക്കെ ഇവരുടെയൊക്കെ മക്കളുടെയൊക്കെ ആഘോഷിക്കുന്നത് കൊണ്ട് തന്നെ ഡ്രസ്സിനൊന്നും ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ പഞ്ഞൊന്നും വന്നിട്ടില്ല കേട്ടോ. നമ്മൾ അതിനുള്ളൊരു ഇട വരുത്തിയിട്ടില്ല ഇതുവരെ. ദൈവം അതിനുള്ളൊരു അനുഗ്രഹം കൊടുക്കട്ടെ. എൻ്റെ മക്കൾക്കും എല്ലാവർക്കും കൊടുക്കട്ടെ. അത് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല മോഡലുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷയിൽ നടക്കുന്നതാണ്. മക്കളാണെങ്കിൽ രണ്ടുപേരും വണ്ടിയിലുള്ള ഒരേ കളിയിലാണ്. ഈ ബോക്സ് പൊട്ടിക്കുമ്പോൾ എല്ലാവരും ടോയ്സ് ആണോ എന്താണോ അങ്ങനെ ഓരോരോ അഭിപ്രായങ്ങളാണ്. ലാസ്റ്റ് നമ്മൾ ഡ്രസ്സാന്നുള്ള തീരുമാനത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ കൂടി ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുമ്പോൾ ഒരു
പ്രത്യേക രസം തന്നെയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഇതാക്കുന്നത്. ബസ്സുകൾക്ക് പുറമെ ഇപ്രാവശ്യം ഒരു വണ്ടി ഒരു ഊഞ്ഞാലും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഊഞ്ഞാൽ പൊട്ടിക്കുന്ന അംഗമാണ് ഇത്. എല്ലാവരും ആകാംക്ഷപൂർവ്വം ഇതെന്താന്ന് പറഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞങ്ങളത് സെറ്റാക്കാനുള്ള ഒരു തിരക്കിലായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും. കാശിമോനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ബോക്സിൻ്റെ ഉള്ളിലൊക്കെ കയറി കളിക്കുന്നുണ്ട്. അങ്ങനെ തൂക്കാനുള്ളൊരു ഇടം കണ്ടെത്തുന്നതിന് മുമ്പ് ആദൂട്ടിനതിൽ കയറണം. പിന്നെ വൃന്ദക്കുട്ടനതിൽ പിടിച്ച് ആട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഊഞ്ഞാലിലാടൽ. പക്ഷെ ചെറുപ്പത്തിലൊന്നും അധികം അവൻ കിടക്കുന്നിട്ടില്ലായിരുന്നു കേട്ടോ. അവന് അങ്ങനത്തെ ഊഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഇടയിലാണെങ്കിൽ തുമ്പിമോളാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അവൻ എന്തോ ചെയ്യാന്നും പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില്ല. പിന്നെ അവനൊന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അവന് സമാധാനമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാശിക്കുട്ടനും ചിരി വന്നു, അവനും ആട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട്. വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ബൈ, ടേക്ക് കെയർ.